അപ്പോൾ നമ്മളെ നാട്ടിലെ കുറേ വാഴക്കർഷകരുണ്ട്. അവരുടെയൊക്കെ സ്ഥിതി വളരെ ഡേഞ്ചറാണ്. എന്താ വെച്ചാൽ അവർ ശരിക്കും ഏപ്രിൽ മെയ് മാസങ്ങളിൽ വാഴ വെട്ടാൻ വേണ്ടി കുറച്ച് നേരത്തെ വാഴ നട്ടു. അപ്പോൾ അതിന് വില കിട്ടും വിചാരിച്ചു. വിപണി എന്ന് പറഞ്ഞൊരു സാധനമല്ല. എന്താ വെച്ചാൽ നമ്മളൊരു കർഷക വാഴ കണ്ടില്ല ഞങ്ങൾ പൈത്തെടുക്കുന്നത്. ഇതിൻ്റെ വിഷയം എന്താണ് ശരിക്കും? ഇതിപ്പോൾ ഗുണ്ടൽപേട്ടെന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ കണവാൻ വാഴക്കൊല ഒടിഞ്ഞ വാഴക്കൊല വന്നിട്ട് ഇവിടുത്തെ വിപണി ആകെ വിപണി തകർക്കുക. മറ്റ് സംസ്ഥാനക്കാർ നമ്മളെ വിപണി തകർക്കുകയാണ്. അതെ അതെ, നമ്മളെ ആളുകൾക്ക് ഈ വാഴ നേരത്തെ പിൻവാങ്ങുന്ന ഒരു അവസ്ഥയിലാണ് അല്ലേ? അതെ, ഇവിടെ താങ്ങുവിലയൊന്നും കിട്ടുന്നില്ല. 10 കൊല്ലത്തോളമായി താങ്ങുവില ഉണ്ട്. കർഷകരെ സഹായിക്കാൻ പല പ്രോഗ്രാമും ഉണ്ട്. മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കുന്നവരും ഒരു ഉൽപ്പന്നവും ഇല്ല. എല്ലാം കർഷക ദിനത്തിന്റെ അന്ന് കുറെ പ്രഖ്യാപനം നടത്തി പോലെ അങ്ങോട്ട് പോകും. കൃഷിനെ പ്രോത്സാഹിപ്പിക്കേണ്ട ഈ വാഴയൊക്കെ ഏകദേശം എല്ലാവരും നിർത്തുന്ന അവസ്ഥ. ഈ ചൂട് കൊണ്ട് തന്നെ വാഴക്കൊല ഒരു ചുണ്ട് പഴുക്കുന്ന പ്രശ്നമുണ്ട്. അത് കൂടാതെ വിപണി ആർക്കും വേണ്ട. എന്നിട്ട് തോട്ടത്തിൽ കിടന്നിട്ട് പഴുത്ത് നശിച്ചു പോകുന്ന അവസ്ഥയിലാണ് ഈ വാഴ കർഷകർ. അപ്പൊ നമ്മളെ ഈ പ്രദേശത്ത് ചിലപ്പോൾ ഇതിന്റെയൊക്കെ വിഷയം അറിയാം. ശരിക്കും മറ്റു പ്രദേശങ്ങളിൽ ഇതിനൊക്കെ ചിലപ്പോൾ നല്ല വിലയുണ്ടാവും. എന്താ വെച്ചാൽ കോഴിക്കോട് ജില്ലയിൽ ഇപ്പം വിലയില്ല, ചിലപ്പോൾ തിരുവനന്തപുരം മറ്റു ഭാഗത്ത് നല്ല വിലയുണ്ടാവും. അതെ, ഇവിടെ VFPCക്ക് ശരിയായ രീതിയിൽ മറ്റ് ജില്ലകളിലെ ഏകോപിപ്പിക്കുന്ന പ്രവർത്തനമൊന്നുമില്ല. ശരിക്കും ഗവൺമെന്റ് ആ ഭാഗത്ത് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല. ചിലപ്പം ചില ആളുകൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ വലിയ വില കൊടുത്തിട്ടേക്കും പഴം വാങ്ങുണ്ടാവുക. അതെ, നമ്മളാണെങ്കിൽ ഇവിടെ തോട്ടത്തിൽ കിടന്ന് നശിക്കുന്ന അവസ്ഥയാണ്. എറണാകുളം പിന്നെ കൊല്ലം തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഇപ്പം വാഴക്കൊലക്ക് നല്ല വില ഉണ്ട്. പക്ഷെ ഇവിടുന്ന് വാഴക്കൊല കൊടുത്താലേ നമുക്ക് വാഴക്കൊലേന്റെ പൈസ കിട്ടൂല. അതിന് വേണ്ടിയിട്ടുള്ള സഹായം ഒന്നും VFPCക്ക് ചെയ്യുന്നില്ല. ഒരു മാർക്കറ്റിൽ ശരിക്കും ഒരു ഏകോപനല്ല. ഇത് ചിലപ്പോ 50-60 ഉറുപ്പ്യ കൊടുത്ത് ചിലപ്പോ ആളുകൾ വാങ്ങി കഴിക്കുന്ന നല്ല സാധനം. ഇതൊക്കെ നല്ല അടിപൊളി സാധനം. ഇതൊക്കെ ഇങ്ങനെ കിടന്ന് ആർക്കും വേണ്ടായി കിടക്കുക. എന്താ വെച്ചാല് ഒരു മാർക്കറ്റ് വേണ്ടത്. ആരെ ഇത് വെട്ടി കൊണ്ടുപോകണ അധ്വാനം നോക്കുകയാണ്, അതിനെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ കർഷകർ വാഴത്തോട്ടത്തിൽ തന്നെ ഉപേക്ഷിക്കുക ചെയ്യുന്നത്. അതാണ് ഇനി മേലില് കൃഷി ചെയ്യൂല എന്നുള്ള അവസ്ഥയിലാണ്. നമ്മളെ കൃഷിയെ പറ്റി നമ്മൾ പറഞ്ഞിട്ടില്ല. എന്താ വെച്ചാൽ അങ്ങനെയാണ് നമ്മളെ സ്ഥിതി അല്ലേ? അതെ.